എൻ്റെ ദൈവമായ കർത്താവേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപകടങ്ങളാലും പലതരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടതയിലായിരിക്കുന്നവർക്ക് സൗഖ്യവും, ഇതര പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും ആകുലതകളാലും വലയുന്നവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനങ്ങൾ മുതലാണ്. എല്ലാവരും തയ്യാറല്ലേ? 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്? കഷ്ടപ്പെട്ട് ചെന്നു എന്നാണോ? അല്ല. അവർ ബന്ധപ്പെട്ട് ചെന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആകാംക്ഷയോടെയും കഴിയുന്നത്ര വേഗത്തിലും ഹൃദയത്തിലെ ആവേശത്തോടെയും എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലാതെ കഷ്ടപ്പെട്ടു എന്നല്ല. 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. നിങ്ങൾ ചോദിച്ചേക്കാം, കർത്താവിൻ്റെ ന്യായപ്രമാണമോ? ഏതൊക്കെയാണവ? കർത്താവിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ മോശ എഴുതിയ 5 പുസ്തകങ്ങളാണ്. അവ തോറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യത്തെ പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം മുതലായവയാണ്. പുറപ്പാട് പുസ്തകം 13-2 12 നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെ ഒക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക, അതെനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. ലേവ്യ പുസ്തകം 12-2 മുതൽ 4 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. ഋതുവിൻ്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം. 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നത് വരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും അരുത്. 25 മുതൽ 35 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശിമയോൻ്റെ പ്രവചനമാണ്. യെരുശലേമിൽ ശിമയോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ ശിമയോൻ യേശുവിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-6 മുതൽ 10 വരെയും സങ്കീർത്തനങ്ങൾ 98-2 ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുമല്ലോ. 26-ാമത്തെ വചനം നോക്കുക. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ. ഇവിടെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാകാം. എന്താണെന്നല്ലേ? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ എന്ന് എഴുതി കാണുന്നു. ക്രിസ്തു തന്നെയല്ലേ കർത്താവ്? ഞാൻ പറയും അല്ല എന്ന്. കാരണം നമ്മൾ അന്ധതയിലാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ക്രിസ്തു എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ അഭിഷിക്തൻ, മെശിഹ എന്നാണ് അർത്ഥം. അതിനാൽ കർത്താവിൻ്റെ ക്രിസ്തു എന്നത് ദൈവം അയച്ച അഭിഷിക്തൻ അല്ലെങ്കിൽ മെശിഹ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് യേശു ക്രിസ്തു.
യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അവനിലൂടെ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളുകയുള്ളൂ. ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് യേശു ദൈവപുത്രനായി മനുഷ്യനായി ജനിച്ചു. അവൻ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണെന്ന് വിശുദ്ധ യോഹന്നാൻ 3:17 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവൻ കർത്താവും ദൈവവുമാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് യേശു എന്ന മനുഷ്യൻ. ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. 36 മുതൽ 39 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഹന്നായുടെ സാക്ഷ്യമാണ്. ആരായിരുന്നു ഹന്ന? ആശേർ ഗോത്രത്തിൻ്റെ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. 40-ാമത്തെ വചനം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായി. ഇത് യോഹന്നാനെക്കുറിച്ചല്ലേ, അതോ യേശുവിനെക്കുറിച്ചാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശുവിന് വീണ്ടും ആത്മാവിൽ ബലപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യം നിങ്ങളെ സംശയത്തിലേക്ക് നയിച്ചേക്കാം. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് സമാനമായൊരു വാക്യമുണ്ട്. അത് നമ്മൾ പഠിച്ചത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:80 അവിടെ പറയുന്നത്, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു വീണ്ടും ആത്മാവിൽ എന്തിനു ബലപ്പെടണം? യേശു പൂർണ്ണ ദൈവവും അതേസമയം പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവമായി അവൻ സർവശക്തനും അതിപൂർണനുമാണ്. ബലപ്പെടേണ്ട ആവശ്യമില്ല. അതേസമയം മനുഷ്യനായിട്ട് ആണ് അവൻ ജനിച്ചത്. ആദമിനെ പോലെയല്ല. പിന്നെയോ അവൻ ഒരു കുഞ്ഞായി ജനിച്ചു, വളർന്നു, പഠിച്ചു, ബലപ്പെട്ടു. അതുകൊണ്ട് ആത്മാവിൽ ബലപ്പെട്ടു എന്നത് അവൻ്റെ ദൈവിക കുറവല്ല, മനുഷ്യ സ്വഭാവത്തിലെ സ്വാഭാവിക വളർച്ചയാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ. 41 മുതൽ 50 വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിക്കുന്നത്, യേശു 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതാണ്. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവൻ്റെ വാക്കുകൾ കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ പിടിച്ച് 2 അടി കൊടുത്തേനായിരുന്നില്ലേ? അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. നോക്കുക, യേശു സ്വയമേ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അതിനാൽ ദൈവത്തിൻ്റെ ഭവനത്തിലും കാര്യങ്ങളിലും വ്യാപൃതനായിരിക്കുക എന്നതാണ് എൻ്റെ ജോലി. എന്നാൽ മറിയയ്ക്കും ജോസഫിനും ഇത് മനസ്സിലായില്ല എന്നതാണ്. 50-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നു, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. 51-ാമത്തെ വചനം, പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശ്രദ്ധിക്കുക, ദൈവമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശു തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാട്ടുകയാണ് ഉണ്ടായത്. ഇന്നത്തെ പുരോഹിത വർഗത്തിലേക്കും പാസ്റ്റർമാരിലേക്കും ഒന്ന് നോക്കുക. താഴ്മയുള്ള, വിനയമുള്ള, സ്നേഹമുള്ള എത്ര പേരെ കാണാൻ കഴിയും? 52-ാമത്തെ വചനം, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഞ്ചമിൻ കോശി.